ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇനിയിപ്പം ഒരാഴ്ച അല്ല 2 ആഴ്ച കൂടെ ഉള്ളൂ. അപ്പം ആരാണ് കപ്പടിക്കാൻ യോഗ്യനായിട്ടുള്ള മത്സരാർത്ഥി? ജാസ്മിനാണോ, ജിൻഡോയാണോ, അഭിഷേകാണോ, അർജുനാണോ? ആരായിരിക്കും? എൻ്റെ അഭിപ്രായത്തിൽ ജിൻഡോയായിരിക്കും. പിന്നെ ജാസ്മിനും ചാൻസ് ഉണ്ട്. ജാസ്മിന് ഹേറ്റേഴ്സും ഉണ്ട്, ഫാൻസും ഉണ്ട്. പക്ഷെ ജിൻഡോ അടിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, പ്രേക്ഷകർ ഒന്നടങ്കം. പക്ഷെ ജാസ്മിനും മോശമല്ല, ജാസ്മിനും അത്യാവശ്യം നല്ല ഫാൻസ് ബേസ് ഉണ്ട്. ആരാണോ നല്ല രീതിയിൽ കളിക്കുന്നവർ കപ്പടിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് കപ്പടിക്കാൻ യോഗ്യത? ജിൻഡോയെ കുറിച്ച് പറയുമ്പോൾ ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നാണ്. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിനെ മണ്ടനെന്നും പൊട്ടനെന്നും മന്ദബുദ്ധിയെന്നും എല്ലാവരും വിളിച്ചായിരുന്നു. പക്ഷെ അതൊന്നും അല്ല എന്ന് അദ്ദേഹം തെളിയിച്ചതാണ്. ജാസ്മിനും നല്ല കണ്ടന്റ്, ബിഗ് ബോസിൽ ഇപ്പോഴും കണ്ടന്റ് തരുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഗബ്രി ആയിട്ടുള്ള ആ ഒരു ഇതാണ് കൂടുതൽ ഹെയ്റ്റേഴ്സ്. പിന്നെ ജാസ്മിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ മോശമായ രീതിയിലുള്ള വാക്കുകളാണ് ആ കുട്ടി യൂസ് ചെയ്യുന്നത്. പ്രായത്തിലുള്ളവരെ പോലും ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത രീതിയിലുള്ള, അവരുടെ പ്രായത്തിലുള്ള നോറയൊക്കെ നല്ല മറ്റുള്ളവരെ നല്ല റെസ്പെക്റ്റ് ചെയ്ത് ആണ് സംസാരിക്കുന്ന ഓർക്കണം. പിന്നെ നമ്മുടെ അഭിഷേക് ഒരു പരിധി വരെ വീട്ടിൽ നിന്ന് കളി കണ്ട് വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അഭിഷേകിന് എങ്ങനെ കളിക്കാം എന്നാൽ അഭിഷേകിന് അറിയാം. പക്ഷെ അത് ചെയ്യത്തില്ല. അഭിഷേക് എവിടെയെങ്കിലും മൂലം പോയി ഒതുങ്ങി പുള്ളിയോട് ഇങ്ങോട്ട് വരുന്ന ഇത് മാത്രമേ ഉള്ളൂ പുള്ളി പിടിക്കുകയുള്ളൂ. വഴിയെ പോകുന്നതും പുള്ളി പിടിക്കുകയില്ല. അത് പുള്ളിയുടെ ക്യാരക്ടർ ആയിരിക്കും ഒരു പക്ഷേ. പിന്നെ അർജുൻ ഗെയിമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ശ്രീതു അർജുൻ കോംബോ ആയിരിക്കും അർജുനെ കൂടുതൽ ഇതാക്കുന്നത്. പക്ഷെ ഗെയിമിലൊക്കെ അർജുൻ എല്ലാവരൊക്കെയും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ കപ്പടിക്കാൻ യോഗ്യതയുള്ള മത്സരാർത്ഥി ആരാണ്? അതേക്കുറിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാക്കിയ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.